അവസാന നിമിഷത്തിലേക്കാണ് കാശ്മീർ തെരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. ഇവിടെ അവസാന വരിയിലാണ് ബി. എല്ലാ കുരുക്കുകളും നീക്കങ്ങളും പാളി. എന്തിനാ കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക വരെ മണിക്കൂറുകൾക്കകം പിൻവലിക്കേണ്ടി വന്ന ഗതികേടിലാണ് പാർട്ടി എന്ന് പറയാം. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ബി എന്തൊക്കെ കളികൾ കളിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വന്നു നിൽക്കുന്നത്. അത് മാത്രവുമല്ല, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓരോ പാർട്ടികളും. ഇവിടെ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കാശ്മീരിനെ ഇപ്പോൾ നന്നാക്കാം എന്ന് പറഞ്ഞ് ചാടിപ്പുറപ്പെട്ടത് ഇതേ മോദി സർക്കാരാണ്. അതിനുശേഷമുള്ള കാശ്മീർ എത്രമാത്രം സുരക്ഷിതത്വവും സമാധാനവും ഉള്ളതായിരുന്നു എന്ന് ജനങ്ങൾ വിധി എഴുതുന്ന നിർണായകമായ സമയമാണ് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ ബി.ജെ.പിയോടൊപ്പം ചേർന്ന ഭരണത്തിലേറിയ PDP ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ബി.ജെ.പി അജണ്ടകളെ തീർത്തെറിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് മാത്രമല്ല, ഒരു വേള ബി.ജെ.പി ടിക്കറ്റിൽ കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ മെഹബൂബ മുഫ്തി പറഞ്ഞു, ഇനി ബി.ജെ.പിക്കൊപ്പമില്ല, പകരം കോൺഗ്രസിനൊപ്പമാണെന്ന്. തങ്ങളുടെ അജണ്ടകളെ നിങ്ങൾ അംഗീകരിക്കണമെന്നൊക്കെ ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് കാശ്മീരിലെ ബി.ജെ.പിയുടെ ഗതികെട്ട അവസ്ഥയിലേക്കാണ്. എന്നാൽ അതേസമയം എന്ത് നാറിയ കളിയും കളിക്കാൻ മടിയില്ലാത്ത ബി.ജെ.പി വീണ്ടും ഓപ്പറേഷൻ താമരയായിട്ട് വരുമെന്നുള്ളതാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ജാർഖണ്ഡ്. ഇപ്പോൾ ആദിവാസി നേതാവായ മുൻ മുഖ്യമന്ത്രി കൂടിയായ ചെമ്പൈ സോറനെ ബി.ജെ.പി ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. അതിനായി ആദ്യം ED ഇറക്കി, പിന്നാലെ ഹേമന്ത് സോറന്റെ അറസ്റ്റ്, ഒടുക്കം ജാമ്യം. എന്നാൽ അപ്പോഴേക്കും ചെമ്പൈ സോറനെ മുഖ്യമന്ത്രി കസേരയിലിരുത്താൻ ശ്രമം. എന്നാൽ അത് നടന്നില്ല. ഇവിടെ ഉണ്ടായ മുറുമുറുപ്പുകൾക്കിടയിൽ ഇപ്പോഴത്തെ പോലെ ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര സത്യം പറഞ്ഞാൽ വികസന നേട്ടങ്ങൾ എടുത്ത് വോട്ട് തേടുക എന്നത് അസാധ്യമാണ്. സഖ്യത്തിലേക്ക് ആളെ ചേർക്കുക എന്നതും അപ്പോൾ പിന്നെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നവരൊപ്പം കൂട്ടുക. ഇവിടെ ആദിവാസി വിഭാഗത്തെ നോട്ടമിട്ടാണ് അമിത്ഷാ വരെ വരവരച്ചത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളിയിലായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നാൽ ഭൂരിപക്ഷമില്ലെങ്കിൽ ബി.ജെ.പിയും കേന്ദ്രവും കളിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് RSS നേതാവായ രാം മാധവിനെ തന്നെ ഇറക്കുന്നതും. കാരണം ബി.ജെ.പിക്ക് കൂട്ടിയാൽ കൂടാത്ത PDP ബി.ജെ.പി കൂട്ടുകെട്ട് സാധ്യമാക്കിയ നേതാവാണല്ലോ രാം മാധവ്.